PSC വിറ്റ്സോണിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടാണ് ഇന്നത്തെ ടോപ്പിക്ക്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ഉദ്ഘാടനം ചെയ്തത് ഒക്ടോബർ 15, 2023. തറക്കല്ലിട്ടത് ഡിസംബർ 5, 2015. വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. പുതിയ ലൊക്കേഷൻ കോഡ് INN-YY1. വിഴിഞ്ഞം തുറമുഖത്തെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിലവിലെ CEO ശ്രീകുമാർ കെ നായർ. വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ട കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 2015 ഡിസംബർ 5. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് നരേന്ദ്രമോദി. 2025 മെയ് 2. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരാർ കമ്പനി അദാനി ഗ്രൂപ്പ്. വിഴിഞ്ഞം തുറമുഖത്തേക്കെത്തുന്ന ആദ്യ കപ്പൽ ഷെൻഹുവ 15, ചൈന. വിഴിഞ്ഞം തുറമുഖത്തേക്കെത്തുന്ന ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ. പൊതു-സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ സ്ഥാപിക്കപ്പെടുന്ന തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖം. രാജ്യത്തെ മൂന്നാമത്തെ വലിയ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത് വിഴിഞ്ഞത്താണ്. ആകെ ചിലവ് 8,867 കോടി. കേരള തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ കേന്ദ്രമാണ് വിഴിഞ്ഞം. കേന്ദ്ര മത്സ്യഗവേഷണ കേന്ദ്ര ആസ്ഥാനം. അടുത്തൊരു ടോപ്പിക്കാണ് സുനിത വില്യംസ്. സുനിത വില്യംസ് 3 ദൗത്യങ്ങളായി ആകെ എത്ര ദിവസം ബഹിരാകാശത്ത് ചെലവിട്ടു? 608 ദിവസം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ് ആണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ തവണ നടന്ന വനിത. ദൈർഘ്യം 62 മണിക്കൂർ 6 മിനിറ്റ്. ബഹിരാകാശത്ത് മാരത്തോൺ നടത്തുന്ന ആദ്യ വ്യക്തി. സുനിത വില്യംസിൻ്റെ 3ാം ബഹിരാകാശ യാത്രയാണ്. മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ബോയിങ്ങിൻ്റെ ആദ്യ ദൗത്യമാണിത്. സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ യാത്ര പുറപ്പെട്ടത് 2024 ജൂൺ 5. 286 ദിവസത്തെ ബഹിരാകാശ ജീവിതം പൂർത്തിയാക്കിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരികെ എത്തിയ ദിവസം 2025 മാർച്ച് 19.